എന്തിനാടാ ഇങ്ങനെ ബെല്ലടിക്കുന്നത്? എന്താ നിന്റെ പ്രശ്നം? എല്ലാവരും വന്നോ? ഓരോരുത്തരായിട്ട് പേരെടുത്ത് വിളിക്കുമ്പോ ഒരുപാട് സമയമെടുക്കും. സമയം പ്രഷ്യസ് അല്ലേ അച്ഛാ? സമയം ലാഭിക്കണ്ടേ? കൂട്ടത്തില് ഒരാൾ മിസ്സിംഗ് ഉണ്ടല്ലോ. എവിടെ എന്റെ വൈഫ് നന്ദിനി? നന്ദിനി കൂടെ ഇറങ്ങി വാ. നന്ദിനി എടാ, തിരക്കിട്ട് നീ ഇവിടുന്ന് ഇറങ്ങിപ്പോയത് മദ്യപിക്കാണോ? അങ്ങനെ ഉദ്ദേശിച്ചു പോയതൊന്നുമല്ല. മനസ്സിൽ ഇങ്ങനെ സന്തോഷം ഇരച്ച് കയറി വന്നപ്പോ സംഭവിച്ചു പോയതാ. നന്ദിനി ഇനി വാ. നന്ദിനി ഇനി വാ. വിളിച്ചാലും വരില്ല. ക്ലിയാക്കല്ലേ? വാ വാ. കുറച്ചു മുമ്പേ ഇവിടെ ആരൊക്കെയോ ഒരു പ്രഖ്യാപനം നടത്തി. ഈ വീട്ടിലെ ഒരു വണ്ടിയിലും തന്റെ ശ്വാസം തട്ടാൻ പാടില്ല. പക്ഷേ അത് ഞാൻ എങ്ങനെ സഹിക്കും? എന്റെ ഭാര്യയ്ക്ക് സഞ്ചരിക്കാൻ ഒരു വാഹനം വേണ്ടേ? സോ നോക്ക്, എല്ലാവരും കണ്ടോണം, കണ്ണ് നിറച്ച് കണ്ടോണം. നന്ദിനി, അതങ്ങ് ഇളകിക്കള. എന്തിനാ സാർ? അതങ്ങ് ഇളകിക്കളാന്നേ. അതിനടിയിലൊരു സർപ്രൈസ് ഉണ്ട്. എന്റെ പ്രിയപ്പെട്ട അമ്മയ്ക്കുള്ള സർപ്രൈസ്. അതങ്ങ് ഇളക്കി മാറ്റുന്നേ. ചെല്ല്. ഇളക്കിക്കോ. നന്ദിനി, എന്റെ ഭാര്യയുടെ പേരാ. ഇനി മുതൽ ഈ വീട്ടിൽ എന്റെ ഭാര്യയ്ക്ക് സഞ്ചരിക്കാനുള്ള രഥം ഇതാ. എടാ മോനെ, എന്താ ഇത്? ഇതിപ്പോ വണ്ടിയുടെ കാര്യം. ഇനി എന്തേലും ഒരു പ്രശ്നം ഉണ്ടായാ ഈ വീടിന്റെ മുമ്പത്ത് നന്ദിനിയുടെ പേര് ഞാൻ എഴുതി വയ്ക്കും. പിന്നെ ഇത് അളകാപുരിയും അല്ല, പത്മയുടെ വീടും അല്ല, നന്ദിനിയുടെ. അതാ അതെ, വാശി ചിലർക്ക് മാത്രം പോരല്ലോ, എനിക്കും കാണിക്കണ്ടേ? നീ ഒന്ന് നിർത്തുന്നുണ്ടോ? ചെല്ല് ചെന്നേ പത്മാമരത്തിനെ ആശ്വസിപ്പിക്ക്. ചെല്ല്. അച്ഛാ, did you like it? എരുതിയിൽ എണ്ണ ഒഴിക്കുക നീ ചെയ്തത്. ഞാൻ എന്റെ ഭാര്യയുടെ പേര് എഴുതുക ചെയ്തത്. അല്ല, ഞാൻ സാറിന്റെ ഭാര്യയാണോ? അല്ല, 5-6 മാസം ഇവിടെ നിൽക്കാനുള്ള കരാറേ നമ്മൾ തമ്മിലുള്ളൂ.
എന്റെ കാര്യം പറഞ്ഞ് എന്റെ പേര് എഴുതി വെച്ച് ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? നാണം കെടുത്തി കെടുത്തി എന്നിങ്ങനെ കൊല്ല ചെയ്യുന്നത് എന്തിനാ? മതിയാവുന്നില്ലേ? എടോ, ഇതൊരു നല്ല കാര്യമല്ലേ? അത് സാറിന് ഈ കാറിന്റെ മുന്നിൽ ഈ 3 അക്ഷരം എഴുതിയതിന്റെ പേരില് എനിക്ക് എന്തൊക്കെ അകത്ത് തയ്യാറാവുന്നെന്ന് അറിയോ? എന്റെ പേര് ഒരിടത്തും എഴുതണ്ട. എനിക്ക് അങ്ങനെ ഒരു പ്രസിദ്ധിയും വേണ്ട. നന്ദിനി വേണ്ട. നന്ദിനി അത് കശാപ്പ് ശാലയിൽ കിടക്കുക സർ. കൊല്ലുന്നെങ്കിൽ ഒറ്റ അടിക്ക് കൊല്ലണം. എന്ത് നല്ല കാര്യം ചെയ്താലും ഇയാൾക്കെന്താ മനസ്സിലാവട്ടെ? എന്താ പ്രശ്നം വെച്ചാ? നീ നല്ലത് ചെയ്യുന്നതിലല്ല പ്രശ്നം. നീ അത് അമ്മയെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി മാത്രം ചെയ്യുന്നതില്ല. അതാ നന്ദിനിക്ക് പോലും അംഗീകരിക്കാൻ പറ്റാതെ പോകുന്നു. അല്ല, ഇവർക്കൊക്കെ ഇത് എന്ത് പറ്റി? പിന്നെ എനിക്കൊരു അടി കിട്ടിയാൽ ഞാൻ തിരിച്ചു കൊടുക്കും. നോ ഡൗട്ട്.